ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമുക്ക് ക്ലാസ്? Yes, ma'am. ഓക്കെ. To earn and maintain, അവിടെ മുതലല്ലേ മിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതില്ലേ അല്ലേ? ഈ ഒരു പാരഗ്രാഫില് to earn and maintain the joint commissions got the seal of approval. An organization must undergo a rigorous on-site survey by a joint commission survey team at least every 3 years. എന്താണ് നമുക്ക് ജോയിന്റ് കമ്മീഷന്റെ അല്ലെ JCIയുടെ എന്താണ് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെ, ഇപ്പൊ ഹോസ്പിറ്റലിലാവാം, അതല്ലെങ്കിൽ എന്താണ് ലോങ് ടേം ഫെസിലിറ്റീസ് ആവാം അല്ലെ, അല്ലെങ്കിൽ ക്ലിനിക്കൽ ലാബ് ആവാം അല്ലെ, അങ്ങനെയുള്ള ഹോസ്പിറ്റൽ എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് നമ്മുടെ JCI സർവേ ടീമിന്റെ എന്താണ് കഠിനമായിട്ടുള്ള അല്ലെ എന്താണ് ഒരു ഓൺസൈറ്റ് സർവേകളിൽ പങ്കെടുത്താൽ മാത്രമാണ് അവർക്ക് എന്ത് ലഭിക്കുള്ളൂ, JCI അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ അവർക്ക് അത് നിലനിർത്തണമെങ്കിൽ അല്ലെ, ഇപ്പൊ നമുക്ക് 3 വർഷം വരെയാണ് JCIയുടെ അക്രഡിറ്റേഷൻ ഹോസ്പിറ്റലിൽ നിലനിൽക്കുന്നത്. അവർക്ക് അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണം അല്ലെ, ആ ഒരു ഹോസ്പിറ്റല് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ അവരെന്ത് ചെയ്യണം, വീണ്ടും റീസർവേ നടത്തണ്ടേ, വേണം അല്ലെ. അപ്പൊ നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിലോ ഏൺ ചെയ്യണമെങ്കിലോ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും നമ്മുടെ ജോയിന്റ് കമ്മീഷൻ സർവേ ടീമിന്റെ എന്താണ് കഠിനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകള് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ 3 വർഷം കൂടുമ്പോൾ നടത്തിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് JCI is a benchmark for quality health care worldwide അല്ലെ. നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ലഭിക്കുന്ന ഒരു ബെഞ്ച് മാർക്കാണ് അല്ലെ, ഒരു അടയാളം അല്ലേ, ആണോ? ആ ഒരു ബെസ്റ്റ് ആണ് അല്ലെ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ബെസ്റ്റ് ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അടയാളം അല്ലേ, ബെഞ്ച് മാർക്ക് അല്ലേ JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കാന്നുള്ളത്, ആണോ? ഫസ്റ്റ് പീരീഡ് അല്ലേ, ഒന്ന് ഉഷാറായിട്ടിരുന്നേ. എന്താണ് ഒരു ഉഷാറില്ലല്ലോ ആർക്കോ? ഫസ്റ്റ് പീരീഡ് ആണ്, നമ്മൾ ചായയൊക്കെ കുടിച്ച് അല്ലേ, എന്നിട്ട് എന്തായാലും ഒരു ഉഷാറില്ലാത്തേ, ആണോ? JCIയുടെ അക്രഡിറ്റേഷൻ ലഭിക്കുക ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ലഭിച്ചു എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ആ ഒരു ബെസ്റ്റ് ആണ്, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഏറ്റവും നല്ല സർവീസുകളാണ് അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള സർവീസുകളാണ് അല്ലെ, പേഷ്യന്റിന്റെ സേഫ്റ്റി സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു അടയാളമല്ലേ, ബെഞ്ച് മാർക്കല്ലേ, ആണോ? ആണ്. എങ്ങനെയാണ് അവര് നമ്മുടെ നാഷണലിൽ മാത്രമാണോ അത് തെളിയിക്കുന്നത്? അല്ല, വേൾഡ് വൈഡിലാണ് അല്ലെ, ആണോ? അന്താരാഷ്ട്ര കമ്മ്യൂണിറ്റിയിലാണോ അല്ലേ? അപ്പൊ എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുക അല്ലെ, അവർക്ക് ലഭിക്കുക എന്നുള്ളത് അതെന്താണ് വേൾഡ് വൈഡ് നമ്മുടെ ഹെൽത്ത് കെയർ ആ ഒരു വേൾഡ് വൈഡ് ലോകമെമ്പാടും അല്ലെ എന്താണ് ബെസ്റ്റ് ആണ്, ക്വാളിറ്റി ഉള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു ബെഞ്ച് മാർക്കാണ്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് we have met the international set of standards laid by JCI covering infection control. അതിൽ ഇൻഫെക്ഷൻ ആണ് കേട്ടോ, ആ എല്ല് വെട്ടിക്കളയ ഇൻഫെക്ഷൻ ആണ് കേട്ടോ. ഇൻഫെക്ഷൻ കൺട്രോൾ, facility safety, medication management, patient safety, quality of care and evidence-based practice guidelines. നമ്മുടെ JCI പറയുന്ന ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ അല്ലെ, അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ നമുക്ക് ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രം നമ്മൾ പ്രാവർത്തികമാക്കിയാൽ മതിയോ? ആ ഒരു ഹോസ്പിറ്റല് പോരാ അല്ലേ, നമ്മുടെ ഹോസ്പിറ്റലിലെ എല്ലാ സെക്ഷനിലും നമ്മുടെ JCI പറയുന്ന ഇന്റർനാഷണൽ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ അവർ പാലിക്കണ്ടേ? വേണോ?
പാലിക്കണം അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ജെസ്സിയെ പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകൾ അല്ലെ. ജെസ്സിയെ ഏത് ലെവലിലുള്ള സ്റ്റാൻഡേർഡുകളാണ് പറയുന്നത്? അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണ് അല്ലെ. അപ്പൊ ആ ഒരു അന്താരാഷ്ട്ര മാനദണ്ഡങ്ങള് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ എല്ലാ സെക്ഷനിലും അവരെന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം, അവര് പാലിക്കണം അല്ലെ. എന്തിലൊക്കെയാണ്? ഇൻഫെക്ഷൻ കൺട്രോളില്, ഫെസിലിറ്റി സേഫ്റ്റിയില്, എന്താണ് പേഷ്യൻസിന് നൽകുന്ന ഫെസിലിറ്റീസിന്റെ സുരക്ഷിതത്വങ്ങളില് എന്താണ് ഒരുപാട് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്, ഒരുപാട് എക്യുപ്മെന്റുകളുടെ സേവനം നൽകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫെസിലിറ്റി സേഫ്റ്റിയില്, മെഡിക്കേഷൻ മാനേജ്മെന്റിൽ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന മരുന്നുകളുടെ അല്ലെ. നമ്മ പഠിച്ചിട്ടുണ്ട് ഫാർമസിയിൽ എന്താണ്? റൈറ്റ് മെഡിസിൻ റൈറ്റ് പേഷ്യന്റില റൈറ്റ് ടൈമിൽ കൊടുക്കുക അല്ലെ, റൈറ്റ് ഡോസിൽ കൊടുക്കുക. ഓർമ്മയുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള മെഡിക്കേഷൻ മാനേജ്മെന്റ്, പേഷ്യന്റ് സേഫ്റ്റി അല്ലെ, പേഷ്യൻസിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. പിന്നെ എന്താണ്? പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണങ്ങളില് ഗുണനിലവാരം ഉണ്ടാകണം. കൂടാതെ എങ്ങനെയുള്ള പ്രാക്ടീസ് ആണ്, മാർഗനിർദ്ദേശങ്ങളാണ് നമ്മുടെ ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കേണ്ടത്? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസുകൾ അല്ലെ. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെളിവ് അടിസ്ഥാനമാക്കിയുള്ള പരിശീലനത്തെ സൂചിപ്പിക്കുന്നു അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ പുതിയ എന്തെങ്കിലും ഒരു അസുഖം അവര് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യാണ്? അതിനെ കുറിച്ച് റിസർച്ചുകൾ നടത്തുന്നുണ്ട് അല്ലെ, ഗവേഷണങ്ങൾ നടത്തുന്നുണ്ടോ? ഉണ്ടോ? എവിഡൻസ് അല്ലെ, എവിഡൻസ് ശേഖരിച്ച് നമ്മുടെ പേഷ്യൻസിൽ നിന്നുള്ള എവിഡൻസ് ശേഖരിച്ചിട്ടൊക്കെയാണല്ലേ നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഒരു അസുഖത്തെ കുറിച്ച്. അത് ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യും അല്ലെ, അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി, നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അല്ലെ, അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്നത് അല്ലെ, അവരെങ്ങനെയാണ് അത് പറയുന്നത്? റിസർച്ചുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെ. എന്താണ്? എവിഡൻസ് കളക്ട് ചെയ്ത് അതിൽ നിന്ന് റിസർച്ചുകളൊക്കെ നടത്തിയിട്ടല്ലേ പറയുന്നത്. ഹോസ്പിറ്റലിൽ ഇപ്പൊ കൊറോണ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ അടുത്ത് എന്തോരം സേഫ്റ്റി പ്രിക്കോഷൻസ് പറഞ്ഞു അല്ലെ. മാസ്ക് ധരിക്കുക, സാനിറ്റൈസർ എപ്പോഴും യൂസ് ചെയ്യുക, ഹാൻഡ് വാഷിംഗ് ചെയ്യുക അല്ലെ, ആളുകളിൽ നിന്ന് അകലം പാലിച്ച് എന്താണ് റിപ്പോർട്ട് ചെയ്ത രോഗികളെ ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കാം. വെറുതെ പറഞ്ഞതാണോ അതൊക്കെ? വെറുതെ പറഞ്ഞതാണോ? അല്ല, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ? ആണോ? ആണ്. അപ്പൊ അങ്ങനെയുള്ള എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് ഗൈഡ് ലൈനുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ പ്രാവർത്തികമാക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള സെക്ഷനിൽ എല്ലാം എന്ത് ചെയ്യുക? നമ്മുടെ ജെസ്സിയുടെ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് this accreditation stands testimony to our commitment towards patient safety and continuous quality improvement. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു, അത് എന്തായിട്ട് നിലകൊള്ളുന്നു? ടെസ്റ്റിമണി സ്റ്റാൻഡ്സ് ടെസ്റ്റിമണി അല്ലെ, എന്താണ്? സാക്ഷ്യമായിട്ട് നിലകൊള്ളുന്നു. എന്തിനുള്ള? ആ ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി അവര് നൽകുന്ന കെയർസില് അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന സർവീസുകളില് അല്ലെങ്കിൽ അവര് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകളില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും പിന്നെ എന്താണ്? കണ്ടിന്യൂസ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, തുടർച്ചയായിട്ടുള്ള ഗുണനിലവാര ഇംപ്രൂവ്മെന്റുകൾ വരുത്തുന്നു എന്നുള്ളതിന്റെ അല്ലെ ഒരു സാക്ഷ്യപത്രമായിട്ട് നിലകൊള്ളുന്നു. ഓക്കെ ആണോ? നമ്മ എന്താണ് ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബ് പഠിച്ച ഓർമ്മയുണ്ടോ? അതിൽ ഫസ്റ്റ് എന്താണ്? ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷുറൻസ് അല്ലെ, ടോട്ടൽ ക്വാളിറ്റി കെയർ എന്നൊക്കെ പറഞ്ഞ് പഠിച്ച ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പൊ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മ പഠിച്ചേ? ഇറ്റ് ഈസ് എ ഓൺഗോയിങ് പ്രോസസ് അല്ലെ, കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെ. അവിടെയുള്ള പ്രവർത്തനങ്ങളെ അവർ വിലയിരുത്തിയതിന് ശേഷം എന്തെങ്കിലും ഗ്യാപ്പുകൾ ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇംപ്രൂവ്മെന്റ് വരുത്തുന്നുണ്ട് അല്ലെ. ആണോ?
ആണോ? ആണ്. അപ്പൊ അതേപോലെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്വാളിറ്റി ഇംപ്രൂവ്മെന്റുകൾ അല്ലെ, എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളില്, ട്രീറ്റ്മെന്റുകളില്, ഫെസിലിറ്റീസില്, ഡോക്ടേഴ്സിന്റെ സേവനങ്ങളില്, നഴ്സുമാരുടെ സേവനങ്ങളില്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുത്തുന്നതിനുള്ള തുടർച്ചയായിട്ടുള്ള പ്രക്രിയകൾ നടത്തുന്നുണ്ട്. കൂടാതെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ട് എന്നുള്ള ഒരു പ്രതിബദ്ധതയെ സൂചിപ്പിക്കുന്ന ഒരു സാക്ഷ്യപത്രമായിട്ട് ഈ ഒരു അക്രഡിറ്റേഷൻ നിലകൊള്ളുന്നു. ഓക്കെ, ക്ലിയർ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഹിസ്റ്ററി നിങ്ങൾ പഠിച്ചു അല്ലെ? ആഗ്ര മിസ് എടുത്തോ ഹിസ്റ്ററി? ജെസിയുടെ ഹിസ്റ്ററി എടുത്തോ? നാബിന്റെ ജെസിയുടെ ഹിസ്റ്ററി? ഓക്കെ, നമുക്ക് നോക്കാം ജെസിയുടെ ആ ഒരു ഉത്ഭവം അല്ലെ, ഒറിജിനൽ എവിടെയാണെന്ന് നോക്കാം. ഹിസ്റ്ററി അപ്പൊ നോക്കിയേ, 1910 or 1930 concerned for the quality of health care in USA. എന്താണ് നമ്മുടെ USA അല്ലെ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയില് എന്താണ് 1910 1913 കാലഘട്ടങ്ങളിലും ആശുപത്രികളിൽ നിന്ന് അല്ലെ, ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തിൽ അവർക്ക് എന്തുണ്ടായി? ആശങ്കയുണ്ടായി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കൺസേണുകൾ വരുമ്പോഴാണ് അല്ലെ നമുക്ക് അത് എന്ത് വരുന്നത്, അത് ഇംപ്രൂവ് ചെയ്യണം, ബെറ്റർ ആക്കണം എന്നുള്ള ഒരു കാര്യം നമുക്ക് നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു അഭാവം വരികയാണ്, എന്തെങ്കിലും ഒരു കുറവ് അനുഭവപ്പെടുമ്പോഴല്ലേ നമ്മൾ അത് ബെറ്റർ ആക്കണം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആണോ? ആണോ? അല്ല, ആണ് അല്ലേ? ഇപ്പൊ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ആദ്യം അറ്റൻഡ് ചെയ്തപ്പോ നിങ്ങൾക്ക് ഒരു 2 മാർക്ക് 5 മാർക്കിൽ 2 മാർക്കാണ് കിട്ടിയതെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ആ കുറവ് നികത്താൻ നോക്കൂ, ഫുൾ പോയിന്റ് സ്കോർ ചെയ്യാൻ നോക്കൂ അല്ലേ? അപ്പൊ എന്താണ് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു അഭാവം അനുഭവപ്പെടാം, എന്തെങ്കിലും കുറവ് അനുഭവപ്പെടുമ്പോഴല്ലേ നമുക്ക് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ത്വര അല്ലെ, ആഗ്രഹം ഉണ്ടാകുന്നത്. ആണോ? നിങ്ങൾ കുറച്ചും കൂടി ഷെയർ ചെയ്യേ, ഫസ്റ്റ് ഗ്രിഡ് ആണ്, കുറച്ചുകൂടി ആണ് അല്ലെ? അപ്പൊ അതേപോലെ എന്തൊക്കെ നമ്മുടെ 1910 1913 കാലഘട്ടങ്ങളില് നമ്മുടെ USA എന്തുണ്ടായിരുന്നു? അവിടെ ഹോസ്പിറ്റലുകളിൽ നിന്ന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തില് അവിടെ എന്തുണ്ടായി? ആശങ്കയുണ്ടായി. അതിനെ തുടർന്ന് 1910 1910 Ernest A. Codman focused on result. അപ്പൊ എന്ത് ചെയ്ത ഏണസ്റ്റ് എ കോഡ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ സർജൻ ആളെന്തിലേക്ക് ഫോക്കസ് ചെയ്ത? അതിന്റെ ഔട്ട്കമ്മിലേക്ക് അല്ലെ, പേഷ്യൻസിൽ നിന്നുള്ള ഔട്ട്കം റിസൾട്ടിലേക്ക് ഫോക്കസ് ചെയ്ത്. ഇപ്പൊ പേഷ്യൻസിലെ ഔട്ട്കം ഫോക്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പേഷ്യൻസിന് എന്താണ് ഔട്ട്കം എന്ന് പറഞ്ഞാൽ എന്താ? അസുഖം മാറുക അല്ലെ, ഒരു ട്രീറ്റ്മെന്റ് ചെയ്തു, അല്ലെങ്കിൽ അവർക്ക് മരുന്നുകൾ കൊടുത്തു, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടണം? ബെനിഫിറ്റ്സ് കിട്ടണം. ആണോ? എന്നാലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ, അത് നല്ല ഔട്ട്കം അവർക്ക് കിട്ടി, നല്ല റിസൾട്ട് കിട്ടി എന്ന് പറയാൻ പറ്റുള്ളൂ. അസുഖം മാറിയില്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ ഇല്ല. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഏണസ്റ്റ് എ കോഡ്മാൻ എന്ന് പറയുന്ന അമേരിക്കൻ സർജൻ എന്ത് ചെയ്തു? പേഷ്യൻസിന്റെ റിസൾട്ടുകളിലേക്ക്, ഔട്ട്കംസിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓക്കെ ആണോ? ആള് എന്താണ് നമ്മുടെ റേഡിയോളജിയില്, ഷോൾഡർ സർജറിയില്, പിന്നെ എന്താണ് ഓർത്തോപീഡിക് ഓങ്കോളജി സെക്ഷനിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സർജനാണ്, അമേരിക്കൻ സർജനാണ് ഏണസ്റ്റ് കോഡ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? കൂടുതലായിട്ട് പേഷ്യൻസിന്റെ ഔട്ട്കംസിലേക്ക്, റിസൾട്ടുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അത്ര ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, അപ്പൊ അതിനെ തുടർന്ന് അല്ലെ എന്ത് പറ്റി? 1918 അമേരിക്കൻ കോളേജ് ഓഫ് സർജൻ
began a hospital standardization program. അപ്പൊ അതിനെ തുടർന്ന് 1918 നമ്മുടെ അമേരിക്കൻ കോളേജ് ഓഫ് സർജൻസ് അവരെല്ലാം കൂടി എന്താണ് ഒന്നിച്ചു കൂടിയാണ് അവർ എന്ത് ചെയ്തു ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോഗ്രാമിന് തുടക്കം കുറിച്ചു. ഒരു ഹോസ്പിറ്റലില് അവിടെ നിന്ന് കൊടുക്കുന്ന സർവീസുകളില് ട്രീറ്റ്മെന്റുകളില് എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ അല്ലെ എന്താണ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരണം എന്നതിനെ തുടർന്ന് അവരൊരു ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നമ്മൊരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ കൊടുക്കുകയാണ് ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവർ അതിനനുസരിച്ചായിരിക്കണം അല്ലെ പ്രവർത്തിക്കേണ്ടത്, ആണോ? ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്ത ഹോസ്പിറ്റലില് ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ നമ്മുടെ എന്താണ് ഹോസ്പിറ്റൽ സ്റ്റാൻഡർഡൈസേഷൻ പ്രോഗ്രാം എന്നും പറഞ്ഞ് നമ്മുടെ അമേരിക്കൻ കോളേജസ് സർജൻസ് തുടക്കം കുറിച്ചു. ഓക്കെ ആണോ? അത്രയൊക്കെയാണോ? നെക്സ്റ്റ് 1951 Joint Commission on Accreditation of Hospital formed to continue the challenge. എന്താണ് അപ്പൊ ഈ ഒരു വെല്ലുവിളി അല്ലെ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു വെല്ലുവിളി സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിൽ 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ തുടക്കം കുറിച്ചു. ക്ലിയർ ആണോ? ജെസ്സി എന്താണ് ഹോസ്പിറ്റലിലെ സ്റ്റാൻഡേർഡുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ക്വാളിറ്റി കെയർ നൽകുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ആ ഒരു സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡുകൾ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് 1951 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ഫോം ചെയ്തു. ഇത്രയൊക്കെയാണോ? അവിടെ ശ്രദ്ധിക്കുക 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്, ഇന്റർനാഷണൽ അല്ല. ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ ആണ്. മാറിപ്പോവരുത് കേട്ടോ, പലർക്കും കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുള്ള ഒരു ഇയർ ആണ് കേട്ടോ. ക്ലിയർ അല്ലേ? ഇത്രയൊക്കെയാണോ? നെക്സ്റ്റ് 1994 എന്ത് പറ്റി? 1994 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻ കോർപ്പ് സ്ഥാപിതമായി. 1994 ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻകോർപ്പറേറ്റ് സ്ഥാപിതമായി. അതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് 1998 ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻകോർപ്പറേറ്റിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള പേഷ്യൻസിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും നൽകുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ലെവലിൽ അക്രഡിറ്റേഷൻ പബ്ലിക്കേഷൻ പിന്നെന്താണ് എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1998 നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? എന്നിട്ട് മിസ് നെക്സ്റ്റ് തുടങ്ങാം. ആ ഒരു ഇയർ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇയർ 1900 ടെക്സ്റ്റിൽ ആ സെന്റൻസ് ഇല്ലാത്ത മക്കളെ, ടെക്സ്റ്റിൽ ആ സെന്റൻസ് ഇല്ല. നിങ്ങൾക്ക് 94 പറഞ്ഞിരിക്കുന്നത് ഫൗണ്ടഡ് ഇൻ 1994. പക്ഷെ 1998 ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ ഒരു തുടക്കം കുറിക്കുന്നത് പോലെ 1994 എന്താണ് സ്ഥാപിതമായത്? ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻകോർപ്പറേറ്റ് ആണ് സ്ഥാപിതമായത്. JCR എന്ന് പറയും. ഓക്കെ, ഒന്നുകൂടെ പറയണം. ഈ ഫുള്ള് തുടങ്ങി പറയണോ?
ഫുള്ള് തുടങ്ങി പറയണോ അതോ 94 മുതൽ മതിയോ? 1994 ഇതിന്റെ ഒരു തുടർച്ച പോലെ അല്ലെ. 1951 എന്താണ് പറഞ്ഞത്? ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ. അവിടെ ഒരു കോമിന്റെ ഫോമകളുണ്ടാട്ടോ, അത് ഒരുമിച്ചുള്ളതാണ് കേട്ടോ. ഓഫ് ഹോസ്പിറ്റൽ എന്ത് ചെയ്തു? ഫോം ചെയ്തു അല്ലെ. ഈ ചലഞ്ചസ് സ്വീകരിക്കുന്നതിന് വേണ്ടി, തുടർന്നു കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് 1951 ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം 1994 ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അല്ലെ ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻകോർപ്പറേറ്റ് JCR സ്ഥാപിതമായി. ഓക്കെ ആണോ? റിസോഴ്സസ് ഇൻകോർപ്പറേറ്റ് ചോദിക്കില്ല കേട്ടോ. നെക്സ്റ്റ് അതിന്റെ ഒരു സബ് ഡിവിഷൻ ആയിട്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയില് അല്ലെ എന്താണ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തെ കുറിച്ചും ക്വാളിറ്റി കെയറിനെ കുറിച്ചൊക്കെ കൊടുക്കുന്നതിന് വേണ്ടി അവരെ ഹെൽത്തിനെ കുറിച്ചൊക്കെ എന്താണ് അഡ്വൈസറി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി പബ്ലിക്കേഷൻസും പിന്നെ എഡ്യൂക്കേഷൻ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് 1998 ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഓക്കെ, എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. നിങ്ങൾക്ക് ഇതിൽ ഇയർ വ്യത്യാസപ്പെട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ജോയിന്റ് കമ്മീഷൻ റിസോഴ്സസ് ഇൻകോർപ്പറേറ്റ് എന്നുള്ളത് സ്ഥാപിതമായിട്ട് 1994 പക്ഷെ അതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ സ്ഥാപിതമായത് 1998 കേട്ടോ. അപ്പൊ ഫൗണ്ടഡ് ഇൻ 1998 എന്നാക്കാം. ഓക്കെ, 94 കിടക്കുന്നത് 1998. ക്ലിയർ അല്ലേ? അപ്പൊ നോക്കിയേ, founded in 1998, the Joint Commission International JCI works with the healthcare organization from more than 100 countries. അല്ലെ എന്താണ് 1998 സ്ഥാപിതമായിട്ടുള്ള എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്ത് ചെയ്തിട്ടുണ്ട്? 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു അല്ലെ. എന്താണ് 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ എന്ത് കൊടുക്കുന്നുണ്ട്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. വേൾഡ് വൈഡ് ആണ് അല്ലെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് 1998 സ്ഥാപിതമായിട്ടുള്ള നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്താണ് 100-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ world's leading non-profit patient safety organization based in USA. നമ്മ പറഞ്ഞാണ് അല്ലെ. ഇതെന്താണ് നമ്മുടെ one of the world's leading non-profit patient safety organization based in USA അല്ലെ. എന്താണ് നമ്മുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന എന്താണ് നോൺ പ്രോഫിറ്റ് ആയിട്ടുള്ള അല്ലെ ലാഭേച്ഛയില്ലാത്ത പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷനിൽ ഒന്നാണ് അല്ലെ JCI എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണോ JCI പ്രവർത്തിക്കുന്നത്? പ്രോഫിറ്റ് ബേസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്? അല്ല അല്ലെ. എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും മാത്രമാണ് അല്ലെ അവർ എയിം ചെയ്യുന്നത് അല്ലെ. അല്ലെ എന്താണ് ഒരു ലാഭേച്ഛയും ഇല്ലാത്ത USA ബേസ് ചെയ്തിട്ടുള്ള ഒരു നോൺ പ്രോഫിറ്റബിൾ ബോർഡാണ് എന്ത് നമ്മുടെ JCI എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് JCI accreditation is recognized as a symbol of quality that reflects an organization's commitment to
meeting certain performance standard അല്ലെ. നമ്മുടെ JCI എന്തായിട്ട് നിലകൊള്ളുന്നു? മിസ് പറഞ്ഞു ടെസ്റ്റ് മണി ആയിട്ട് നിലകൊള്ളുന്നു എന്ന് പറഞ്ഞു. എന്തിനുള്ള ടെസ്റ്റ് മണിയാണ്? ക്വാളിറ്റി അല്ലേ ആണോ? ഗുണനിലവാരത്തിനുള്ള ഒരു ടെസ്റ്റ് മണി ആയിട്ടല്ലേ, സിമ്പിൾ ആയിട്ടല്ലേ നിലകൊള്ളുന്നത്? സേഫ്റ്റി അല്ലേ, സുരക്ഷിതത്വമുണ്ട്, ക്വാളിറ്റി ഉണ്ട് അല്ലേ, ക്വാളിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ദാറ്റ് റിഫ്ലെക്ട്സ് ഓർഗനൈസേഷൻ കമ്മിറ്റ്മെന്റ് ടു മീറ്റിംഗ് സർട്ടൻ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് അല്ലെ. നമ്മുടെ ആ ഒരു ഓർഗനൈസേഷൻ, ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ നിറവേറ്റാൻ അല്ലെ ബാധ്യതയുണ്ട് എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ്, ഗുണനിലവാരമുള്ള ഒരു എന്താണ് ട്രീറ്റ്മെന്റുകൾ, പരിചരണങ്ങൾ കൊടുക്കാൻ ബാധ്യതയുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് തെളിയിക്കുന്നതിനുള്ള ഒരു സിമ്പിൾ ആയിട്ട് നിലകൊള്ളുന്നു. നെക്സ്റ്റ് പറയുന്നത് ടു ഏൺ ആൻഡ്, ഇത് നേരത്തെ പറഞ്ഞ സെന്റൻസ് തന്നെയാണ് കേട്ടോ. ടു ഏൺ ആൻഡ് മെയിൻറ്റെയിൻ ദ JCI accreditation, an organization must undergo a rigorous on-site survey by a joint commission survey team at least every 3 years. എന്താണ് നമ്മുടെ JCIയുടെ ആ ഒരു സർവേ ടീമിന്റെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് കഠിനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾ 3 വർഷം കൂടുമ്പോൾ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നടത്തണം. നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടും അത് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും. ക്ലിയർ ആണോ? നേരത്തെ പറഞ്ഞതാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ സർട്ടിഫിക്കേഷൻ നമുക്ക് ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് ഏൺ ചെയ്യാൻ അല്ലെ ലഭ്യമാക്കാൻ, കരസ്ഥമാക്കാനും അത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ JCI സർവേ ടീം നടത്തുന്ന കഠിനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾ ഓരോ 3 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഓർഗനൈസേഷനിൽ നടത്തിയിരിക്കണം. ക്ലിയർ ആണോ? ആ ഒരു ഓൺസൈറ്റ് സർവേയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ ലഭിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് achieving JCI accreditation can have a profound impact on an organization, medical practices, patient safety practices, structural safety, leadership involvement and business operations. അല്ലെ എന്താണ് ഈ ഒരു JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഓർഗനൈസേഷന്റെ എല്ലാ മേഖലയിലും എന്ത് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? ഇമ്പാക്ട് അല്ലേ? അഗാധമായ അല്ലെ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ടോ? നമ്മുടെ ഓർഗനൈസേഷന്റെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ മാത്രമാണോ സ്റ്റാൻഡേർഡുകൾ പാലിക്കേണ്ടി വരുന്നത്? ആണോ? അല്ല, ഹോസ്പിറ്റലിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ JCIയുടെ സ്റ്റാൻഡേർഡുകൾ പാലിക്കണം അല്ലേ, നടപ്പിലാക്കണം. എന്നാൽ മാത്രമല്ലേ നമുക്ക് JCI അക്രഡിറ്റേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ ആ JCIയുടെ അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എന്താണ് ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലേ. അവിടുത്തെ മെഡിക്കൽ രീതികളില്, സുരക്ഷാ രീതികളില്, ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റില്, പേഷ്യന്റ് സേഫ്റ്റി പ്രാക്ടീസസ്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ അല്ലെങ്കിൽ ഫെസിലിറ്റീസിന്റെ സേഫ്റ്റിയില്, സ്ട്രക്ചറൽ സേഫ്റ്റിയില്, ലീഡർഷിപ്പ് ഇൻവോൾവ്മെന്റില്, ബിസിനസ് ഓപ്പറേഷൻസിലൊക്കെ എന്താണ് അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് organization don't know always how to start and where to begin the JCI accreditation process. നമ്മുടെ ഹോസ്പിറ്റലിൽ ആദ്യമായിട്ടാണ് JCIയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകാനായിട്ട് അവർ അപ്ലൈ ചെയ്യുന്നത് എങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമോ ആ ഒരു JCI അക്രഡിറ്റേഷൻ പ്രോസസ് എങ്ങനെ തുടങ്ങണമെന്ന് അല്ലെങ്കിൽ എവിടെ തുടങ്ങണമെന്ന്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർക്ക് അറിയാൻ പറ്റുമോ? ഇല്ല അല്ലേ, ഇല്ല.
അപ്പൊ എന്താണ് നമ്മുടെ ഈ JCI organization don't know always how to start and where to begin the JCI accreditation process. ആ ഒരു JCI accreditation പ്രക്രിയ എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ ആ ഒരു ഓർഗനൈസേഷന് അറിയാൻ സാധിക്കുകയില്ല അല്ലെ. ഫസ്റ്റ് ടൈം ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഈ ഡിപ്ലോമയ്ക്ക് ചേർന്നപ്പോഴേ നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് വല്ല ഐഡിയ ഉണ്ടായിരുന്നോ? ഓൺലൈനിലാണ് അല്ലെ. ആകെ അത് മാത്രം അറിയാം. എങ്ങനെ ക്ലാസ് ഉണ്ടാവുന്നോ ഞങ്ങൾക്ക് മനസ്സിലാകുമെന്നോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു ഇല്ല. അത് കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ്സില് നിഷാമിസ് വന്ന് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടി അല്ലെ. അത് കഴിഞ്ഞ് ആദ്യത്തെ 1, 2, 3 ക്ലാസ് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശ ധാരണ കിട്ടിയാൽ ഇങ്ങനെയാണ് അല്ലെ. ഇന്ന് ക്ലാസ് കഴിഞ്ഞാല് നമുക്ക് നാളെ വീഡിയോ കിട്ടും, നാളെ മോക്ക് ടെസ്റ്റ് കിട്ടും അല്ലെ. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമുക്ക് എന്താണ് പിറ്റേ ദിവസം നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഐഡിയ കിട്ടിയില്ലേ. അപ്പൊ ഒരു കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അതിനെ കുറിച്ച് ധാരണ ഉണ്ടായിരിക്കോ? ഇല്ല അല്ലെ. എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ ആ ഒരു ഓർഗനൈസേഷന് ഒരു അറിവും ഉണ്ടായിരിക്കുകയില്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പറയുന്നത് ഹോസ്പിറ്റൽസ്, primary care centers, ambulatory care centers, daycare can go for JCI accreditation. ഇത് മാത്രമല്ല അല്ലെ, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് അല്ലെ നമ്മുടെ JCI accreditation കൊടുക്കുന്നത്. ഇതിലാകെ 3 പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? ഹോസ്പിറ്റലിന്, പ്രൈമറി കെയർ സെന്റേഴ്സിന്, ആംബുലേറ്ററി കെയർ സെന്റേഴ്സിനൊക്കെ എന്താണ് JCI accreditation നൽകുന്നു. ഓക്കെ അല്ലേ? ഇത് മാത്രമല്ല കേട്ടോ, 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് നമ്മുടെ JCI accreditation നൽകുന്നത്. നെക്സ്റ്റ് പറയുന്നത് the initial step of JCI accreditation should be the serious commitment of the leadership towards the adoption of patient safety and quality care delivery. നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ് ആ JCI accreditationന്റെ പ്രാഥമിക ലക്ഷ്യം അല്ലെങ്കിൽ പ്രാഥമിക സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? രോഗികളുടെ സുരക്ഷിതത്വവും ഗുണനിലവാരമുള്ള പരിചരണവും നൽകുന്നതിന് എന്താണ് സ്വീകരിക്കുന്ന നേതൃത്വത്തിൽ ഗൗരവമേറിയ പ്രതിബദ്ധത ആയിരിക്കും നമ്മുടെ JCIയുടെ ഫൈനൽ അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ അങ്ങനെ പഠിക്കണ്ട. എന്താണ് നമ്മുടെ JCIയുടെ ആദ്യത്തെ ഇനീഷ്യൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളാവട്ടെ, പരിചരണങ്ങളാവട്ടെ, ഫെസിലിറ്റീസുകളാവട്ടെ, സർവീസുകളാവട്ടെ, ഇതിലെല്ലാം എന്തുറപ്പുവരുത്തണം? പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി കെയറും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മുടെ JCIയുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾ അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺഫ്യൂഷൻ വരും. സിമ്പിൾ ആയിട്ട് പഠിക്കുക. നമ്മുടെ JCIയുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് നൽകുന്ന പരിചരണങ്ങള്, കെയർസ്, സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, ഫെസിലിറ്റീസ് എല്ലാത്തിലും എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി കെയറും ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് selection of the experts or advisors play an important role for the hospital in their journey of JCI accreditation. With a successful accreditation survey result, cultural change within a speculated time period. എന്ന് വെച്ചാല് എന്താണ്? നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിയില്ല, നമ്മൾ ബോധേഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അറിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും ഉപദേശം സ്വീകരിക്കും അല്ലേ? നമ്മൾ നമ്മുടെ പാരന്റ്സിനോട് ഉപദേശം ചോദിക്കാറില്ലേ? അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളോട് അഡ്വൈസറി സർവീസുകൾ ചോദിക്കാറില്ലേ? ഉണ്ട് അല്ലേ?
അപ്പൊ അതേപോലെ എന്താണ് നമ്മൾ പറഞ്ഞു, നമ്മുടെ ജെസ്സിയുടെ അക്രഡിറ്റേഷൻ പ്രോസസ്സ് എവിടെ തുടങ്ങണമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ എന്തറിയില്ലാന്ന് നമ്മുടെ ഹോസ്പിറ്റലുകാർക്ക് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അറിവില്ല. അവിടെ അജ്ഞരാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ അഡ്വൈസുകൾ ഉപദേശങ്ങളൊക്കെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, സെലക്ഷൻ ഓഫ് എക്സ്പേർട്സ് ഓർ അഡ്വൈസേഴ്സ് അല്ലെ, എന്താണ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉപദേശകരിൽ നിന്ന് അവർ സഹായങ്ങള് ഉപദേശങ്ങള് തേടുന്നുണ്ട്. ഇത് എന്താണ് ജെസ്സിഐ അക്രഡിറ്റേഷൻ നമ്മുടെ ആ ഒരു ഹോസ്പിറ്റലില് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനെ ജെസ്സിഐ അക്രഡിറ്റേഷൻ ജേർണിയില് ഒരുപാട് അല്ലെ വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഇമ്പോർട്ടന്റ് റോൾ ആണ് ഈ ഒരു അഡ്വൈസേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്പേർട്സിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവർ ആ എക്സ്പീരിയൻസിന്റെ ബേസിസിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെ വിജയകരമായിട്ടുള്ള ഒരു ജെസ്സിഐ അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ ജെസ്സിഐയുടെ അക്രഡിറ്റേഷൻ ലഭ്യമാകാൻ? ഇല്ല. നമ്മൾ അവിടെ എന്ത് വരുത്തണം, ഒരുപാട് കൾച്ചറൽ ചേഞ്ചസ് വരുത്തേണ്ടതായി വരുന്നുണ്ട് അല്ലേ. നമ്മുടെ ആ ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങളിലെ മൂല്യങ്ങള്, വിശ്വാസങ്ങള്, പെരുമാറ്റങ്ങള് ഒക്കെ എന്ത് ചെയ്യണം, പുതിയ കാഴ്ചപ്പാടുകളുമായി യോജിപ്പിച്ച് എന്താണ് നമ്മൾ ചേഞ്ചസ് വരുത്തണം അല്ലെ. എന്താണ് അതിലെ രോഗികളുടെ സുരക്ഷ, പരിചരണത്തിന്റെ ഗുണനിലവാരം, നമ്മുടെ സ്റ്റാഫുകളുടെ ബിഹേവിയർ, കൂടാതെ എന്താണ് മോഡേണൈസേഷൻ കൊണ്ടുവരേണ്ടി വരും. ചിലപ്പോൾ പുതിയ ഫെസിലിറ്റീസ് ആഡ് ചെയ്യേണ്ടി വരും ഇല്ലേ. ഒരുപാട് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചറിലെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും ഇല്ലേ. ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടതായിട്ട് വരില്ലേ. അതിനെയാണ് കൾച്ചറൽ ചേഞ്ചസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. ചിലപ്പോ അവിടുത്തെ കൊടുക്കുന്ന എക്യുപ്മെന്റുകളിലെ മാറ്റങ്ങൾ അല്ലെ പഴയതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉണ്ടോ? ഒരുപാട് നാള് യൂസ് ചെയ്ത എക്യുപ്മെന്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ ജെസ്സിഐയുടെ സർവേ ടീം വന്ന് നോക്കുമ്പോഴെന്താണ് ആ ഒരു എക്യുപ്മെന്റുകള് വലിയ എക്യുപ്മെന്റുകൾക്കൊക്കെ എന്താണ് ഒരുപാട് മോശമായിട്ടുണ്ട്. കാലപ്പഴക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ ജെസ്സിഐ അക്രഡിറ്റേഷനെ ബാധിക്കില്ലേ, ആ റിസൾട്ടിനെ ബാധിക്കില്ലേ? ബാധിക്കും അല്ലേ. അപ്പൊ അവരെന്ത് ചെയ്യണം, അതേപോലെ സ്റ്റാഫുകളുടെ ബിഹേവിയർ നോക്കിയേ, മോശമായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോയിട്ട് പറയാറുണ്ട് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകള് എന്ത് അല്ലെ പെട്ടെന്ന് ദേഷ്യം വരും, പേഷ്യൻസിനോട് അധികം നല്ല രീതിയിലല്ലേ ഇടപഴകുന്നത് എന്നൊക്കെ പറയാറില്ലേ ചില ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്. ശരിക്കും നമ്മളെ ഡോക്ടേഴ്സ് നോക്കുന്നില്ല അല്ലെ, ഡോക്ടേഴ്സ് നമ്മളെ നല്ല കാര്യമായിട്ട് നോക്കുന്നില്ല എന്നൊക്കെ പറയാറില്ല, നമ്മ പരാതി പറയാറുണ്ട്. ആണോ? ഇല്ല, നിങ്ങൾ പറയാറില്ല. പറയാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ എന്താണ് സ്റ്റാഫുകളുടെ ബിഹേവിയറില്, പേഷ്യൻസിന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരത്തില് അല്ലെ ഒക്കെ എന്താണ് നവീകരണങ്ങൾ, ചിലപ്പോ ഒരുപാട് മോഡേണൈസേഷൻ കൊണ്ടുവരേണ്ടി വരും, അതല്ലെങ്കിൽ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിലെ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടി വരും അല്ലെ. അപ്പൊ ഒരുപാട് അങ്ങനെയുള്ള കൾച്ചറൽ ചേഞ്ചസുകൾ വരുത്തേണ്ടതായിട്ട് വരുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മെഡിസിൻ ബേസ്ഡ് ഇൻ USA എന്നാണ് കൊടുത്തിരിക്കുന്നത്. മെഡിസിൻ അല്ല, മീഡിയൻസ് ബേസ്ഡ് എന്നാണ് കേട്ടോ. മീഡിയൻസ് MEDIANCE മീഡിയൻസ് ബേസ്ഡ്, മീഡിയൻസ് കൺസൾട്ടൻസി ബേസ്ഡ് എന്നില്ല, മീഡിയൻസ് കൺസൾട്ടൻസി. നമ്മൾ ചില കാര്യത്തിന് നമ്മൾ കൺസൾട്ടൻസീസിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ട് അല്ലെ. ജോലിക്കൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, ചില കൺസൾട്ടൻസിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, പേര് രജിസ്റ്റർ ചെയ്തിടാറുണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് നമ്മുടെ മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് എന്താണ്, മീഡിയൻസ് കൺസൾട്ടൻസി ഇൻ ന്യൂ ഡൽഹി
is India's leading JCI accreditation consultancy. എന്താണ് നമ്മുടെ മീഡിയൻസ് ന്യൂഡൽഹിയിലുള്ള മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത് JCI നമ്മുടെ ഇന്ത്യയിലുള്ള JCI accreditation consultancy ആണ്. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ടെന്ന് ഇങ്ങനെയുള്ള കൺസൾട്ടൻസീസിന്റെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. As the best team of JCI accreditation experts of India, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു JCI accreditation ടീമാണ്, കൺസൾട്ടൻസി ടീമാണ് മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. We have completed 19 JCI accreditation in India. ഇന്ത്യയിൽ തന്നെ 19 JCI accreditation ആണ് ഇവര് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഗൾഫ് റീജിയൻ ഇന്ത്യ ഗൾഫ് റീജിയൻ ആൻഡ് സാർക്ക് കൺട്രീസ് റീജിയൻ. നമ്മുടെ ഇന്ത്യയിലെ ഗൾഫ് റീജിയൻസിലെ സാർക്ക് കൺട്രീസിലൊക്കെ കൂടി ഒരു 19 JCI accreditation ആണ് നമ്മുടെ മീഡിയൻസ് കൺസൾട്ടൻസി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. സാർക്ക് കൺട്രീസ് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, അഫ്ഗാനിസ്ഥാന്, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മാൽദീവ്സ്, നേപ്പാൾ, പാകിസ്ഥാൻ ആൻഡ് ശ്രീലങ്ക കൂടി ഉൾപ്പെടുന്ന കൺട്രീസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാർക്ക് കൺട്രീസിലെ ഗൾഫ് റീജിയനിലെ നമ്മുടെ ഇന്ത്യയിലെ 19 JCI accreditation ആണ് നമ്മുടെ മീഡിയൻസ് കൺസൾട്ടൻസി പൂർത്തീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു JCI accreditation കൺസൾട്ടൻസി ആണ് മീഡിയൻസ് കൺസൾട്ടൻസി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ ആണോ അത്? ക്ലിയർ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. We just don't answer the queries or question related JCI accreditation standards for our client hospital, but implement the JCI standards in the hospital as one team. അവർ എന്ത് ചെയ്യാണ്? ആ ഒരു JCIയുടെ അക്രഡിറ്റേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ക്ലയന്റുകൾ ചോദിക്കുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റി, ഇപ്പൊ ഹോസ്പിറ്റൽ ആവാം, ലാബ് ആവാം, ഹോം കെയർ ഫെസിലിറ്റീസ് ആവാം, അവര് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുക്കുകയല്ല അവർ ചെയ്യുന്നത്. എന്താണ്? അവരോടൊപ്പം തന്നെ ചേർന്ന് എന്താണ് ആ ഒരു JCI അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിന് വേണ്ടി ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാണ്? ആ ഒരു യാത്ര ആരംഭിക്കുന്നു. ഓക്കെ ആണോ? JCI അക്രഡിറ്റേഷൻ ലഭിക്കുന്നതിനുള്ള ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് JCI അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിനുള്ള ആ ഒരു യാത്ര ആരംഭിക്കുന്നു. അതായത് അവരോടൊപ്പം തന്നെ ചേർന്ന് അവിടെ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ക്ലിയർ ആണോ? ജസ്റ്റ് ക്വയറീസ്, ക്വസ്റ്റ്യന് മറുപടി പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ? ചിലപ്പോ അവര് പ്രവർത്തിക്കുമ്പോൾ അത് ചിലപ്പോ അത്ര എഫക്റ്റീവ് ആവില്ല അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാണ്? ഈ മീഡിയൻസ് കൺസൾട്ടൻസി പോലെയുള്ള ഉപദേശക സർവീസുകൾ എന്താണ് അവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് തന്നെ ആ ഒരു അക്രഡിറ്റേഷൻ ലഭ്യമാകുന്നതിനുള്ള ആ ഒരു യാത്രയിൽ അവരോടൊപ്പം തന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നു. ക്ലിയർ ആണോ? ഓക്കെ ആണോ? നെക്സ്റ്റ് അവർ ഒരു ടീമായിട്ട് ആ ഒരു കൺസൾട്ടൻസി നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസും കൂടി ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് തന്നെ അവർ ആ ഒരു യാത്ര ആരംഭിക്കുന്നു. We always start our journey with our client to bring the overall cultural changes to achieve JCI accreditation with a paradigm shift in thought process to staff to adopt and continue the practices of best patient safety standards. എന്താണ് നമ്മുടെ മികച്ച പേഷ്യന്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിനും അത് തുടരുന്നതിനും നമ്മുടെ സ്റ്റാഫുകളുടെ ചിന്താ പ്രക്രിയകളിലെ ആ ഒരു ബിഹേവിയറിൽ അവരോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടി മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ JCI അക്രഡിറ്റേഷൻ കരസ്ഥമാക്കുന്നതിനുള്ള മൊത്തത്തിലുള്ള കൾച്ചറൽ ചേഞ്ചസ് ആ ഒരു ഹോസ്പിറ്റലില് നമ്മുടെ ആ ഒരു കൺസൾട്ടൻസി പ്രാവർത്തികമാക്കുന്നു. ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിലെ ഫെസിലിറ്റീസിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, കെയേഴ്സിലെ മാറ്റങ്ങൾ കൊണ്ടുവന്നു, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു, മൊത്തത്തില് മോഡേണൈസേഷൻ നടത്തി. അത് മാത്രം മതിയോ?
സ്റ്റാഫുകളുടെ ബിഹേവിയറിലെ മാറ്റങ്ങൾ വരണ്ടേ? വേണം അല്ലേ? സ്റ്റാഫുകൾ അത് പേഷ്യൻസിന് നൽകുന്ന രീതിയിലേ. അപ്പൊ അവിടുത്തെ മൊത്തത്തിലുള്ള ചേഞ്ചസില് നമ്മുടെ ആ ഒരു കൺസൾട്ടൻസി ആ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ അവരെന്ത് കൊണ്ടുവരുന്നു? ഇങ്ങനെയുള്ള ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ്, സ്റ്റാഫുകളുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഈ കൺസൾട്ടൻസി അവരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. ക്ലിയർ ആണോ? മികച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നതിനും അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? തുടർന്ന് കൊണ്ടുപോകണ്ടേ? കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുവരണം അല്ലെ? കൊണ്ടുവന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് അല്ലെ തുടരുന്നതിനും സ്റ്റാഫുകളുടെ ചിന്താ പ്രക്രിയയിൽ ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ JCA അക്രഡിറ്റേഷൻ നേടുന്നതിനുള്ള മൊത്തത്തിലുള്ള കൾച്ചറൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിന് ഈ കൺസൾട്ടൻസി ആ ഒരു ഹെൽത്ത് കെയർ ടീമിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? The mission of JCA is to constantly improve the safety and quality of care in the international community through education, advisory services, and international accreditation and services. വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ, ഉപദേശ സേവനങ്ങള്, അന്തർദേശീയ തലത്തിൽ അക്രഡിറ്റേഷന്, സർട്ടിഫിക്കേഷൻ എന്നിവ നൽകുന്നതിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തില് പേഷ്യന്റിന്റെ സുരക്ഷിതത്വം അല്ലെ സേഫ്റ്റിയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള എന്താണ് നിരന്തരം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ JCAയുടെ മിഷനിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്താണ്? എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ഉപദേശ സേവനങ്ങള് കൂടാതെ അന്തർദേശീയ തലത്തില് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ, സർട്ടിഫിക്കേഷൻ എന്നിവയിലൂടെ അന്താരാഷ്ട്ര സമൂഹത്തില് പരിചരണത്തിന്റെ സേഫ്റ്റിയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ JCAയുടെ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത് the types of healthcare program accredited by the JCA Joint Commission International includes. നമ്മൾ പറഞ്ഞു എന്താണ് 8 തരത്തിലുള്ള എന്താണ് ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്ക്, ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് നമ്മുടെ JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. അതൊക്കെ ഏതാണ്? ഫസ്റ്റ് പറയുന്നത് ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ, അടയാളപ്പെടുത്താം. ഹോസ്പിറ്റൽ അക്രഡിറ്റേഷൻ അല്ലെ, ഹോസ്പിറ്റലുകൾക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിനിക്കൽ ലാബ് അക്രഡിറ്റേഷൻ അല്ലെ, ലാബുകൾക്ക്, ക്ലിനിക്കൽ ലാബുകൾക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് അക്കാദമിക് മെഡിക്കൽ സെന്റേഴ്സ് ഹോസ്പിറ്റൽ സച്ച് ആസ് മെഡിക്കൽ ഫെസിലിറ്റീസ് ഇന്റഗ്രേറ്റഡ് വിത്ത് മെഡിക്കൽ സ്കൂൾസ് ആൻഡ് അക്കാദമിക് എന്താണ് MBBS അങ്ങനെയുള്ള മെഡിക്കൽ സ്കൂളുകൾക്ക് ആൻഡ് ഓൾ കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ്. എന്താണ് കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? നമ്മൾ ഇന്ത്യയിലെ പുതിയ നമ്മുടെ മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് നടത്തില്ലേ, ട്രയൽ നടത്താലോ, ക്ലിനിക്കൽ ട്രയൽ നടത്തില്ലേ? മെഡിസിൻ കണ്ടുപിടിച്ചു, ഡ്രഗ്സ് കണ്ടുപിടിച്ചു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ ട്രയൽ സൈറ്റ്സുകളൊക്കെയാണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ ഉൾപ്പെടുന്നത്. ഇവർക്കൊക്കെ അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസ് എന്താണ്? ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ഫെസിലിറ്റീസ് ആൻഡ് അക്യൂട്ട് കെയർ സെന്റേഴ്സ്. എന്താണ്? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾ പോലെ അല്ലെ, ജസ്റ്റ് ക്ലിനിക്കൽ ഫെസിലിറ്റീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് home care facilities which include staff qualification and education and environment facilities. എന്താണ് ഹോം കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർജറി കഴിഞ്ഞു റിക്കവറി ആവുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മേജർ ആയിട്ടുള്ള ഇൽനെസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾസ് വന്നിട്ടുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യും? ദീർഘനാളൊക്കെ ഹോസ്പിറ്റലിൽ കിടത്താൻ പറ്റാണ്ട് അവർക്ക് എന്ത് ചെയ്യും? ഹോം കെയർ സർവീസ് കൊടുക്കണം അല്ലേ? ആണോ? വീട്ടിൽ തന്നെ, വീട്ടിലേക്ക് വിടും, ഹോസ്പിറ്റലിൽ വീട്ടിൽ കിടത്തിക്കൊണ്ട് തന്നെ അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കും അല്ലെ? അപ്പൊ ചില ആളുകൾ എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ഹോം കെയർ ഫെസിലിറ്റീസിൽ കിടത്തി പരിചരണങ്ങൾ കൊടുക്കാറുണ്ടോ? വീട്ടിൽ നോക്കാൻ ആളില്ലെങ്കിൽ അല്ലെ, ഹോം കെയർ ഫെസിലിറ്റീസിൽ കിടത്തി അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യല്ലേ? ആണോ?
അപ്പൊ അങ്ങനെയല്ല. അപ്പൊ ആ ഒരു ഹോം കെയർ ഫെസിലിറ്റീസിൽ അവര് ഹോസ്പിറ്റൽസ് പോലെയുള്ള ഹോം കെയർ ഫെസിലിറ്റീസ്, അപ്പൊ അവരൊക്കെ അവിടെ കിടത്തി കഴിയുമ്പോൾ അവരെന്താണ് ട്രീറ്റ്മെന്റ്, അവർക്കുള്ള പരിചരണം കൊടുക്കണ്ടേ? മെഡിക്കൽ ആൻഡ് നോൺ മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുക്കണം അല്ലേ? ആണോ? മരുന്നുകള്. അപ്പൊ അത് കൊടുക്കുന്ന ആളുകൾ എങ്ങനെയായിരിക്കണം? സ്റ്റാഫുകൾക്ക് ക്വാളിഫിക്കേഷൻ വേണം. സർജറി ഒക്കെ കഴിഞ്ഞ് റിക്കവറി ആയി വരുന്ന പേഷ്യൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൽനെസ് ആയിട്ടുള്ള പേഷ്യന്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസേബിൾ ആയിട്ടുള്ള പേഷ്യൻസ്, അവർക്കൊക്കെ എന്താണ് കെയർസ് കൊടുക്കുമ്പോൾ എക്സ്പീരിയൻസ് വേണം, അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ വേണം അല്ലേ? ആ പരിചരണം കൊടുക്കുന്ന സ്റ്റാഫിന് വേണ്ടേ? വേണം. അപ്പൊ അവിടെ സ്റ്റാഫുകളുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ നോക്കുന്നുണ്ട്. കൂടാതെ എൻവിയോൺമെന്റ് സേഫ്റ്റി അല്ലേ? പരിസ്ഥിതി എങ്ങനെയായിരിക്കണം? സുരക്ഷിതമായിരിക്കണം അല്ലെ? ഒരു പേഷ്യന്റിന്റെ സുരക്ഷിതം ഉറപ്പുവരുത്തേണ്ടോ? ഇൻഫെക്ഷൻ ആവാൻ പാടില്ല അല്ലേ? മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല അല്ലേ? അപ്പൊ അങ്ങനെയുള്ള എൻവിയോൺമെന്റ് സേഫ്റ്റി ഒക്കെ ഉറപ്പുവരുത്തി ആ ഒരു ഹോം കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? നെക്സ്റ്റ് പറയുന്നത്, നിങ്ങളുടെ വീടിന്റെ അടുത്തുണ്ടോ അങ്ങനെയുള്ള ഹോം കെയർ ഫെസിലിറ്റീസ്? ഉണ്ടോ? കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? കേട്ടിട്ടില്ല ആരും? കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. നെക്സ്റ്റ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് എന്താണ്? മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ് അല്ലെ? പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് അല്ലെ? which include such as assets, liver and chronic care facilities. living അല്ല ട്ടോ, assets liver എന്നാണ് ട്ടോ. അസുഖമാണ്. നമ്മുടെ അടിവയറ്റിലെ അറയില് ദ്രാവകം അടിഞ്ഞു കൂടുന്ന ഒരു രോഗാവസ്ഥയെയാണ് അസൈറ്റ്സ് ലിവർ എന്ന് പറയുന്നത്. അപ്പൊ കരൾ രോഗങ്ങൾ അല്ലെ, അങ്ങനെയുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ക്രോണിക് കെയർ ഫെസിലിറ്റീസിൽ എന്താണ്, നമുക്ക് ഒരുപാട് നാള് പരിചരണം കൊടുക്കേണ്ട അല്ലെ, ആ ഒരു ക്രോണിക് അസുഖങ്ങളുള്ള ആളുകൾക്കൊക്കെയാണ് ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ കൊടുക്കേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ലോങ് ടേം കെയർ ഫെസിലിറ്റീസിൽ എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ JCA അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം അല്ലെ പേഷ്യൻസിനെ കിടത്തി ചികിത്സകൾ കൊടുക്കുന്നത് അല്ലെ? ലോങ് സ്റ്റേ ഹോസ്പിറ്റൽ ഓർമ്മയുണ്ടോ? മെന്റൽ ഹോസ്പിറ്റൽ. അപ്പൊ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനൊക്കെ എന്താണ്? ഓക്കെ. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ദീർഘനാള്, ഒരുപാട് നാള് അവിടെ കിടത്തി അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകള്, പരിചരണങ്ങളൊക്കെ കൊടുക്കുന്ന കെയർ ഫെസിലിറ്റീസിനെയാണ്. അപ്പൊ സച്ച് ആസ് അസൈറ്റ്സ് ലിവിംഗ് എന്നല്ല, ലിവർ എന്നാണ്. അസൈറ്റ്സ് ലിവർ എന്ന് പറഞ്ഞാല് നമ്മുടെ അടിവയറ്റിലെ അറയില് ദ്രാവകം അടിഞ്ഞു കൂടുന്ന ഒരു രോഗാവസ്ഥയാണ് അസൈറ്റ്സ് ലിവർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ക്രോണിക് ഡിസീസസ് അല്ലെ? ഒരുപാട് നാള് നമുക്ക് അസുഖം നീണ്ടു നിൽക്കുകയാണെങ്കിൽ 3 മാസത്തിൽ കൂടുതൽ ക്രോണിക് ഡിസീസ് എന്ന് പറയുന്നു അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്രോണിക് ഡിസീസ് വന്ന ആളുകൾക്കുള്ള പരിചരണങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ്. അപ്പൊ എന്തൊക്കെയാണ്? എക്സാമ്പിൾ പറയാം. മെന്റൽ ഹോസ്പിറ്റൽ, റീഹാബിലിറ്റേഷൻ സെന്റേഴ്സ്, പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കെയർ ഫെസിലിറ്റീസിനും നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? സനിലയെ ചോദിച്ചേ. നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ഇൻക്ലൂഡ് എമർജൻസി ആൻഡ് നോൺ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസസ്. എന്താണ്? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനുകൾക്ക് എന്താണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസുകൾക്കും കൊടുക്കുന്നുണ്ട്, നോൺ എമർജൻസി ട്രാൻസ്പോർട്ട് സർവീസുകൾക്കും നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ലക്ഷദ്വീപ് പിന്നെന്താ സിനിമ കണ്ടിട്ടുണ്ടോ? അനാർക്കലി സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ലാസ്റ്റ് പൃഥ്വിരാജിനെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ? കണ്ടിട്ടില്ല അശ്വതി? ഓക്കെ. അതിൽ ലാസ്റ്റ് പൃഥ്വിരാജിനെ കൊണ്ടുവരുന്ന സീൻ കണ്ടിട്ടുണ്ടോ? അതിൽ എങ്ങനെയാണ് പൃഥ്വിരാജിനെ കൊണ്ടുവരുന്നത്?
അവിടെ എങ്ങനെയാണ് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാല് എങ്ങോട്ട് കൊണ്ടുവരണം? നമ്മുടെ കൊച്ചിയിലേക്ക്, എറണാകുളത്തേക്ക് കൊണ്ടുവരണം അല്ലെ പേഷ്യൻസിന്. അപ്പൊ അവർക്ക് ഷിപ്പിലൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അവര് എങ്ങനെയാ കൊണ്ടുവരുന്നേ? സിനിമ കണ്ടിട്ടില്ലേ? ഹെലികോപ്റ്ററിലാണ് അല്ലെ. അതിനു വേണ്ടി എന്താണ് ട്രാൻസ്പോർട്ട് കൊടുക്കാനായിട്ട് ഹെലികോപ്റ്റർ ഉണ്ട് അല്ലെ. അവിടുത്തെ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശം അനുസരിച്ച് അല്ലെ പേപ്പേഴ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാല്, സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ ഹെലികോപ്റ്ററിൽ അവിടെ കൊണ്ടുവന്ന് പേഷ്യൻസിനെ അഡ്മിറ്റ് പേഷ്യൻസിനെ കാണിക്കാൻ പറ്റും അല്ലേ. അപ്പൊ നിമിഷ നേരം കൊണ്ട്, കുറച്ചു നേരം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കാം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ട്രാൻസ്പോർട്ട് സർവീസുകൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് പ്രൈമറി കെയർ സെന്റേഴ്സ് സച്ച് ആസ് കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ, ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ സെന്റേഴ്സ്. നമ്മുടെ പ്രൈമറി പ്രാഥമിക പരിചരണ കേന്ദ്രങ്ങൾക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്. അവിടുത്തെ കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ, ഡിസീസ് പ്രിവെൻഷൻ അല്ലെ. നമ്മുടെ വീടിന്റെ അടുത്തൊക്കെ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് ആദ്യം തന്നെ ഓടുന്നത്? പ്രൈമറി കെയർ സെന്റേഴ്സിലേക്കാണ് അല്ലെ. ആണോ? അപ്പൊ അങ്ങനെയുള്ള പ്രൈമറി കെയർ സെന്റേഴ്സിനും എന്താണ് നമ്മുടെ JCIയുടെ അക്രഡിറ്റേഷൻ നൽകുന്നുണ്ട്. ക്ലിയർ ആണോ? അസുഖങ്ങളെ തടയുന്നതിന് വേണ്ടി ഹെൽത്ത് പ്രൊമോഷൻ, നമ്മൾക്ക് ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധങ്ങളും എഡ്യൂക്കേഷൻ ഒക്കെ നൽകുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് ഈ പ്രൈമറി കെയർ സെന്റേഴ്സിൽ നിന്നാണ് അല്ലെ. അവിടെ ചിലപ്പോ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ എന്താണ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻസ് ഒക്കെ കൊടുക്കാൻ അവയർനെസ് ക്ലാസ്സുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. ആണോ? പോവാറുണ്ടോ നിങ്ങൾ? മഴയൊക്കെ കൂട്ടിപ്പിടിക്കുമ്പോൾ സാംക്രമിക രോഗങ്ങളെ കുറിച്ച് അല്ലെ, ഇപ്പൊ ക്യാൻസറിനെ കുറിച്ചൊക്കെ ബോധവൽക്കരണങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെ. സ്ത്രീകൾക്കൊക്കെ പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചൊക്കെ ഉള്ള അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, പരിശോധിക്കേണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രൈമറി കെയർ സെന്റേഴ്സിനൊക്കെയാണ് നമ്മുടെ ഹെൽത്ത് എന്താണ് JCI അക്രഡിറ്റേഷൻ നൽകുന്നത്. ക്ലിയർ ആണോ? ഒന്ന് മിസ് എടുത്തത് എല്ലാവർക്കും ഓക്കെ ആണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചും കൂടി ഉഷാറിലിരിക്കും മക്കളെ. നോ കുഴപ്പമുണ്ടായില്ല. മിസ് പുഷ് ചെയ്ത് എല്ലാവരും ഓക്കെ ആയി കേട്ടോ. റിപ്ലൈ താട്ടോ, മിസ്സുമാർ എടുക്കുമ്പോ റിപ്ലൈ താട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ.